ഡോക്ടർ ഐസക്, നമ്മൾ എക്സിറ്റ് പോളിൻ്റെ അനുരണനങ്ങളിലാണല്ലോ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒഴിവാക്കാൻ കഴിയില്ല ആ ചോദ്യം. നമുക്ക് പത്തനംതിട്ട പോലെ ഒരു ഇപ്പോൾ എക്സിറ്റ് പോളിനെ കുറിച്ച് എടുത്താൽ എക്സിറ്റ് പോൾ തെറ്റാറുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ ചിലപ്പോൾ ശരിയുമാകാറുണ്ടല്ലോ. ഇപ്പോൾ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു ക്രിസ്ത്യൻ സ്വാധീന മേഖലയിൽ BJPയുടെ പിന്നിൽ പോകുമെന്നാണ് ഒരു എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അയ്യേ എന്നൊരു തോന്നലുണ്ടാവില്ലേ? എക്സിറ്റ് പോളുകളൊക്കെ തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുപോലെ എക്സിറ്റ് പോളുകളെല്ലാം ഇപ്പോഴും ശരിയാവണമെന്നില്ല. ഈ ശരി തെറ്റെന്തിനെ ആശ്രയിച്ചിരിക്കും? നിങ്ങളുടെ സാമ്പിളിംഗ് ഫ്രെയിം, അതാണ് ഏറ്റവും പ്രധാനം. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല ഇപ്പം എന്താണ് അവർ ചോദിച്ച സാമ്പിളിംഗ് ഫ്രെയിം. സാമ്പിൾ സൈസ് അതും പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തിന്? നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന രീതി പോലും അതിൻ്റെ ഉത്തരത്തെ സ്വാധീനിക്കാം. അതാണ് ഈ സാമ്പിൾ സർവേയുടെ ശാസ്ത്രവും കലയും എന്ന് പറയുന്നത്. അപ്പം അത് വളരെ ഗൗരവമായി ചെയ്താൽ നിശ്ചയമായിട്ടും ഒരു ശാസ്ത്രീയ ഉപകരണമാണ് നമുക്ക് പോൾ പ്രൊഡിക്ഷന് വേണ്ടിയുള്ളത്. അതൊന്നും എനിക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ഈ ചെയ്തതിനെക്കുറിച്ച്. എന്നാൽ നമ്മുടെ അനുഭവം പലപ്പോഴും ഇത് വളരെയേറെ തെറ്റാറുണ്ട്, ചിലപ്പോൾ ശരിയായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോൾ രീതിയെക്കുറിച്ച്, പോളിങ്ങിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന ഫലങ്ങൾ നമ്മുടെ സാമാന്യ അറിവ് യുക്തിക്ക് നിരക്കുന്നതാണ്. നിരക്കുന്നതല്ലെങ്കിൽ ഞാൻ എത്തിച്ചേരുന്ന നിഗമനം അതിലെന്തോ സാരമായിട്ടുള്ള പെശകുണ്ട്. ഇത് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ബയാസിന് പുറമെ അശാസ്ത്രീയമായ സാമ്പിളിങ്ങിൻ്റെ ഫലമായിട്ടുള്ള പിഴവുകളും ഉണ്ടാവാം. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ റിസൾട്ട് സ്വീകാര്യമല്ല. ഞാനതാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ തർക്കിച്ച് ഇത് ശരിയോ തെറ്റോ ഒക്കെ തീരുമാനിക്കേണ്ട കാര്യം തിരിക്കുന്നത് ഏതായാലും മണിക്കൂർ നമ്മൾ അറിയാൻ പോകുന്ന രാഷ്ട്രീയ ചോദ്യം ചോദിച്ചു. പക്ഷേ നോക്കൂ, ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് താങ്കൾ വിജയിക്കുന്നു എന്ന് വിചാരിക്കുക, വിജയിച്ചു വരട്ടെ. താങ്കൾ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ യോഗ്യനായ ഒരാളുമാണ്. പക്ഷെ അടുത്ത കാലത്തായി CPM-മായി ബന്ധപ്പെട്ട് കേൾക്കുന്നൊരു കാര്യം, CPM-ൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമില്ലാത്ത ആളുകളെ MP-മാരായി ഇറക്കി കേന്ദ്രത്തിലേക്ക് വിടാനൊരു പദ്ധതിയുണ്ട് എന്നൊരു അടക്കം പിടിച്ച സംസാരമുണ്ട്. ആ അർത്ഥത്തിൽ താങ്കളെ പത്തനംതിട്ടയിൽ ലോഞ്ച് ചെയ്ത് അവിടുന്ന് വിജയിപ്പിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ദില്ലിയിലേക്ക് കടത്തുക, അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടോ? അങ്ങനെ ഒരു പ്രൊജക്റ്റേ ഇല്ല. എനിക്ക് ശുദ്ധ അസംബന്ധങ്ങളാണെന്ന്. ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനൊരു മത്സരത്തിന് തയ്യാറാവും? പാർട്ടി ആവശ്യപ്പെട്ടതുകൊണ്ട്. പക്ഷേ എൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി പാർട്ടി ഒന്നും അടിച്ചേൽപ്പിക്കത്തൊന്നുമില്ല. ഇന്നത്തെ ഇന്ത്യയിലെ സാഹചര്യത്തിൽ കേരളത്തിൽ പരമാവധി സീറ്റുകൾ വിജയിക്കണം. അതിന് പാർട്ടിക്കൊപ്പം ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ മത്സരിക്കണം. അങ്ങ് പാർലമെൻറ്റിലാണെങ്കിലോ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ പറ്റുന്ന ആളുകൾ വേണം. ജയിക്കോ ഇല്ലേ എന്നുള്ളത് വേറൊരു കാര്യം. ഇതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇതിലെന്ത് കുറവ് കാണണമെന്ന്? ഞാൻ വലിയൊരു ഫൈറ്റ്, രാഷ്ട്രീയ പോരാട്ടം, അർത്ഥത്തിൽ അടുത്ത പല സുഹൃത്തുക്കളും എന്തിനാ ഇങ്ങനെ വയ്യാവേലി അവിടെ പോയി നോക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. പക്ഷെ അതല്ല, രാഷ്ട്രീയമാണെന്ന്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള പോരാട്ടം പാർലമെൻറ്റ് വേണം, പാർലമെൻറ്റിൽ സാന്നിധ്യം വേണം. ജനങ്ങൾ തിരഞ്ഞെടുക്കാതെ നമുക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ചെല്ലുന്നു. അതാണ് അതിന്റെ സ്പിരിറ്റ്. ശ്രീ തോമസ് ഐസക്, താങ്കൾ പറയുന്നത് കൃത്യമായ രാഷ്ട്രീയമാണ്. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ചില ഘടകങ്ങളും ഉണ്ടല്ലോ. ഇപ്പോൾ പത്തനംതിട്ട പോലൊരു മണ്ഡലത്തിൽ സഭാ നേതൃത്വങ്ങളുടെ ആശീർവാദം ആർക്കൊപ്പം എന്നുള്ളതൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ ആന്റണിയുടെ ഭൂരിപക്ഷം ഓരോ തവണയും കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എന്നുള്ളത് സഭാ നേതൃത്വം തനിക്കൊപ്പമുണ്ട് എന്നുള്ളതാണ്. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ആന്റണിയെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ കോൺഗ്രസ് തന്നെ വിലയിരുത്തിയിട്ടുള്ളതാണ്. അവരുടെ നേതൃയോഗത്തിൽ ആൻറ്റി ഇൻകംബൻസി വളരെയധികം ഉണ്ടാവും. അത്തരത്തിൽ ഏറ്റവും അധികം ആൻറ്റി ഇൻകംബൻസി ഉള്ള സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം എന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അവർ നിയോഗിച്ച ആളുടെ റിപ്പോർട്ടിൽ പറയുക വിവാദമായി തീരുകയും ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോഴും ആത്മവിശ്വാസം എന്താ?
ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതാണ് ക്രിസ്ത്യൻ സഭകളുടെ പിന്തുണ തനിക്കുണ്ട് എന്നുള്ളത്. പക്ഷെ ക്രിസ്ത്യൻ സഭകൾ പണ്ടത്തേതല്ല കേട്ടോ. അങ്ങനെ നേരിട്ട് എനിക്കല്ല ഒരു സ്ഥാനാർത്ഥിക്കും പിന്തുണ നൽകുന്ന സമീപനം സ്വീകരിച്ചിട്ടില്ല. ചിലപ്പോൾ BJP ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. അവരുടെ നേതാവ് ചെന്നിട്ട് കൂടങ്ങ് നിന്ന് കഴിഞ്ഞാൽ മാറി നിൽക്ക്, ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊന്നും പറയാനായിട്ട് ചിലപ്പോൾ തയ്യാറായി എന്ന് വരില്ല. പക്ഷേ സഭാ നേതൃത്വം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പക്ഷത്തിനും പിടിക്കാത്തൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഭയുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് വിശ്വസിക്കലാണ് അദ്ദേഹത്തിൻ്റെ ആശ്വാസമെങ്കിൽ അത് വളരെ വളരെ തെറ്റായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ TM തോമസ് ഐസക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ പറ്റി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മരപ്പട്ടി ആയിരിക്കുമോ ചിഹ്നം? റിസൾട്ട് വരട്ടെ എന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ദേശീയ പാർട്ടിയായിട്ട് നിലനിൽക്കാൻ പറ്റുന്ന അംഗത്വം പാർലമെൻറ്റിൽ ഉണ്ടാവും എന്നുള്ളത് കേരളവും കേരളത്തിന് പുറത്തുള്ള സ്ഥാനങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം.